എല്ലാ കുട്ടികൾക്കും മെക്കാനിക്സ് ആൻഡ് മെഷീനറിയുടെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഫ്ലോ ത്രൂ പൈപ്സ് എന്ന കൺസെപ്റ്റാണ്. ഇതിൽ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഒരു പൈപ്പിലൂടെ വെള്ളമോ എന്തെങ്കിലും ഫ്ലൂയിഡോ ഫ്ലോ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ എനർജി ലോസസ് ഉണ്ടാകും എന്ന കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനമായിട്ടും ഉണ്ടാകുന്ന എനർജി ലോസസിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മേജർ എനർജി ലോസസും മൈനർ എനർജി ലോസസും. ഇതിൽ മേജർ എനർജി ലോസസ് പ്രധാനമായിട്ടും ഫ്രിക്ഷൻ മുഖേനയാണ് ഉണ്ടാകുന്നത്. മൈനർ എനർജി ലോസസ് പ്രധാനമായിട്ടുണ്ടാകുന്നത് സഡൻ എക്സ്പാൻഷൻ ഓഫ് പൈപ്പ്, അതായത് ചെറിയ പൈപ്പിൽ നിന്ന് പെട്ടെന്ന് വലിയ പൈപ്പിലേക്ക് ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ അയൺ പോയിന്റിലെ ജംഗ്ഷനിലെ ഒരു എനർജി ലോസ് ഉണ്ടാവും. അടുത്ത സഡൻ കോൺട്രാക്ഷൻ ഓഫ് പൈപ്പ്, അതായത് ചെറിയ പൈപ്പിൽ നിന്നും വലിയ പൈപ്പിൽ നിന്നും ചെറിയ പൈപ്പിലേക്ക് പെട്ടെന്ന് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ ആ ജംഗ്ഷനിൽ വെച്ചിട്ടും എനർജി ലോസസ് ഉണ്ടാവും. മൂന്നാമത് എൻട്രൻസ് ഓഫ് ദ പൈപ്പ്, പൈപ്പിൽ നിന്നും ടാങ്കിലേക്ക് വെള്ളം കയറുമ്പോഴും. 4 എക്സിറ്റ് ഓഫ് ദ പൈപ്പ്, ടാങ്കിൽ നിന്നും പൈപ്പിലേക്ക് വെള്ളം കയറുമ്പോഴും ആ പോയിന്റുകളിലും എന്ത് സംഭവിക്കും? എനർജി ലോസസ് സംഭവിക്കും. 5 ബെൻഡ് ഇൻ പൈപ്പ്, അതായത് പൈപ്പ് ബെൻഡുകളൊക്കെ വയ്ക്കുന്ന സ്ഥലങ്ങളിലും ഫ്ലോയിൽ എനർജി ലോസസ് ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട്. 6 പൈപ്പ് ഫിറ്റിങ്സ്, അതായത് ടാപ്പുകൾ, കപ്ലിങ്ങുകൾ, ജംഗ്ഷനുകൾ, ടീ ജോയിന്റുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വയ്ക്കുന്ന പൈപ്പ് ഫിറ്റിങ്ങുകൾ ഭാഗങ്ങളിലും സാധാരണ എനർജി ലോസസ് സംഭവിക്കും. ഏഴാമതായി ആൻ ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്, പൈപ്പ് കൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ പൈപ്പിൽ വല്ല ഒബ്സ്ട്രക്ഷൻ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവിടങ്ങളിലും എന്ത് സംഭവിക്കാറുണ്ട്? എനർജി ലോസ് സംഭവിക്കാറുണ്ട്. പക്ഷേ രണ്ടാമത് പറഞ്ഞ ഈ 7 ടൈപ്പ് എനർജി ലോസസ് നമ്മൾ മൈനർ എനർജി ലോസസ് എന്നാണ് പൊതുവെ വിളിക്കുക. പ്രധാന എനർജി ലോസസ് ഫ്രിക്ഷൻ മുഖേനയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫ്രിക്ഷൻ എനർജി ലോസസ് കണ്ടുപിടിക്കാനും അതിനെപ്പറ്റി പഠിക്കാനും നമ്മൾ 2 ഇക്വേഷനാണ് ഉപയോഗിക്കാറ്. ഒന്നാമത്തത് ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ, രണ്ടാമത്തത് ചെസീസ് ഫോർമുല. എന്താണ് ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ? ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ HL = 4FLV² D × 2G. അപ്പോൾ ഇതിൽ HL എന്ന് പറയുന്നത് ഹെഡ് ലോസ്, അതായത് എനർജി ലോസ്. അത് നമ്മൾ മീറ്ററിലാണ് പറയുക. ഈ എനർജി ലോസ് ഫ്രിക്ഷൻ മുഖേനയാണ് ഉണ്ടാകുന്നത്. അടുത്തത് F, അത് എന്ന് പറയുന്നത് ഡാർസി വീസ്ബാച്ച് കോ എഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതിന് യൂണിറ്റ് ഇല്ല. D എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഡയാമീറ്റർ ആണ്. അത് നമ്മൾ മീറ്ററിലാണ് കൺവേർട്ട് ചെയ്ത് എഴുതുക. L ലെങ്ത് ഓഫ് ദ പൈപ്പാണ്, അതും മീറ്ററിലാണ് പറയുക. V വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ആണ്, അതായത് ഫ്ലോയുടെ വെലോസിറ്റി, അത് മീറ്റർ പെർ സെക്കൻഡിലാണ് നമ്മൾ പറയുക. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൽ നമ്മൾ ഇനി നോക്കുകയാണെങ്കിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡിസ്ചാർജ് = ഏരിയ ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് Q = A × V. സപ്പോസ് V = അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Q/A എന്ന് എഴുതാം. Q = A × V ആണെങ്കിൽ V = Q/A എന്ന് എഴുതാം. A എന്ന് പറയുന്നത് ഏരിയ ആണ്, അതായത് വെള്ളം ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന ആ ചാനലിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. സാധാരണ പൈപ്പുകളാകുമ്പോൾ നമുക്കറിയാം റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് വൃത്തത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് π/4 × d² ആണ്. അപ്പോൾ V = Q/π/4 × d² എന്നായിരിക്കും ഇക്വേഷൻ വരാം. ഈ ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ V = 4Q/πd² എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ HF എന്നുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ HL = 4FLV² × DG അല്ലെങ്കിൽ D × 2G എന്നല്ലേ. വിക്ക് പകരം നമ്മൾ 4Q/πd² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫൈനൽ കിട്ടുന്ന ഡാർസി വീസ്ബാച്ചിൻ്റെ അടുത്ത ഒരു ഇക്വേഷനാണ് FLQ²/3D⁵. അപ്പോൾ ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ നമ്മൾ രണ്ടെണ്ണമാണ് ഇവിടെ പഠിക്കുന്നത്. ഒന്ന് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ, ഒന്ന് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ. ഇതിൽ ഏത് ഇക്വേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് പ്രോബ്ലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 ഇക്വേഷൻ ഇവിടെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഡിസ്ചാർജ് ആണ് തരണമെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ, വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ആണ് തരണമെങ്കിൽ
ഒന്നാമത്തെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇതാണ് ഡാർസി-വീസ്ബാച്ച് ഇക്വേഷൻ. ഇനി നമ്മൾ പഠിക്കുന്ന പൈപ്പ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചേസീസ് ഫോർമുലയാണ്. ചേസി ഫോർമുല എന്ന് പറയുന്നത് V = C × √mi എന്നാണ്. ശ്രദ്ധിക്കുക, V = C × √mi എന്നാണ്. ഇതിൽ C എന്ന് പറയുന്നതാണ് ചേസീസ് കോഎഫിഷ്യന്റ്. ഈ ചേസീസ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമുണ്ട്. ചേസീസ് കോഎഫിഷ്യന്റ് C = ചേസീസ് കോഎഫിഷ്യന്റ് C √ρ × G/f'. അതാണ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതുപോലെ m കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D/4 ആണ്. അതുപോലെ I എന്ന വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ HF/L ആണ്. ഇനി C √ρ G/f'-ലെ F എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, ρ എന്ന് പറയുന്നത് ഡെൻസിറ്റി, അതുപോലെ G എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതേപോലെ MC = D/4 എന്നതിലെ D എന്ന് പറയുന്നത് നമുക്കറിയാം ഡയാമീറ്റർ ഓഫ് ദ പൈപ്പ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ HF എന്ന് സൂചിപ്പിക്കുന്നത് നമ്മൾ മുമ്പ് പഠിച്ച പോലെ ചില പുസ്തകങ്ങൾ HF എന്നായിരിക്കും, ചില പുസ്തകങ്ങൾ HL എന്നായിരിക്കും. HF ആയാലും HL ആയാലും നമുക്കറിയാം അതെന്ന് പറഞ്ഞത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അത് മീറ്ററിലാണ് നമ്മൾ സാധാരണ പറയുക. ഇനി L എന്ന് പറയുന്നത് നമുക്കറിയാം അത് ലെങ്ത് ഓഫ് ദ പൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ ചേസി ഫോർമുലയിലെ ഒരു ഇക്വേഷനും അല്ലെങ്കിൽ ഡാർസി-വീസ്ബാച്ചിലെ ഒരു ഇക്വേഷനുമാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഡാർസി-വീസ്ബാച്ചിലെ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ്റെ ഡിസ്ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഡാർസി-വീസ്ബാച്ച് ഇക്വേഷനിൽ രണ്ട് ഇക്വേഷനും പഠിക്കണം. ചേസി ഫോർമുലയിൽ ഈ ഒരൊറ്റ ഇക്വേഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കണം. അടുത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു മൈനർ കണ്ടീഷൻസ് ആണ്, അതായത് മൈനർ എനർജി ലോസസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മളതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ് ആണ്. ഇതൊരു നോക്ക്, ലെഫ്റ്റ് സൈഡിൽ ചെറിയ പൈപ്പ്, വെള്ളം ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് P1 എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അടുത്തൊരു പൈപ്പിലേക്ക്, വണ്ണം കൂടിയ ഒരു പൈപ്പിലേക്ക് ഫ്ലോ കടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ലോസ് എന്ന് പറയുന്നത് HF = U1 - U2² 2G ആണ്. ഇതിലെ U1 എന്ന് പറയുന്നത് ഈ സെക്ഷൻ 1ലെ വെലോസിറ്റിയും U2 എന്ന് പറയുന്നത് സെക്ഷൻ 2ലെയും വെലോസിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വെലോസിറ്റിയുടെ വ്യത്യാസം കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയറിനെ 2G കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ, അതായത് വണ്ണം കൂടിയ പൈപ്പിൽ നിന്നും വണ്ണം കുറഞ്ഞ പൈപ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? എനർജി ലോസ് സംഭവിക്കും. ഇവിടെ ഈ ഭാഗത്താണ് എനർജി ലോസ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു എൻഡ് പോയിന്റിൽ വെച്ചിട്ടാണ് എനർജി ലോസ് സംഭവിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആരോ മാർക്കുള്ള റൗണ്ട് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് എഡ്ഡീസ് ഫോം ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഒരു എഡ്ജിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡ്ഡീസ് ഫോം ചെയ്യും. ഈ എഡ്ഡീസ് പലപ്പോഴും എന്തിന് കാരണമാവും? എനർജി ലോസിന് കാരണമാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സഡൻ കോൺട്രാക്ഷനിലെ എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് HC = V2² 2G ഓഫ് 1/cc - 1² ആണ്. ഇതിൽ അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട് KV2² 2G. ഇതിൽ V2 എന്ന് പറയുന്നത് സെക്ഷൻ 2ലെ വെലോസിറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, V2 എന്ന് പറയുന്നത് സെക്ഷൻ 2ലെ വെലോസിറ്റിയാണ്. ഇനി CC എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ആണ്. അതിൻ്റെ വാല്യൂ സാധാരണ രീതിയിൽ 0.62 എന്ന റേഞ്ചിലാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ KC = 1/cc - 1² എന്ന് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് HC = V2² 2G ഓഫ് 1/cc - 1² ദാറ്റ് ഈസ് ഈക്വൽ ടു KV2² 2G. ഇതിലെ കെയുടെ വാല്യൂ നമ്മൾ 0.62 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വരുമ്പോൾ കെയുടെ വാല്യൂ സാധാരണ വരാറ് 0.375 ആണ്. ഓക്കെ, പക്ഷെ കണ്ടീഷൻ ഉണ്ട്, സിസിയുടെ വാല്യൂ 0.62 ആണെങ്കിലാണ് കെയുടെ വാല്യൂ നമുക്ക് 0.375 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറലി കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KV2² 2G ആണ്. അവിടെ കെയുടെ വാല്യൂ 0.375 എടുക്കാം, പക്ഷെ കണ്ടീഷൻ ഇതായിരിക്കണം,
സി സിയുടെ വാല്യൂ 0.62 ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ കെയുടെ വാല്യൂ കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ്റെ വാല്യൂ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളിൽ തരുന്നതായിരിക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ പൈപ്പ് ആണ്. അതായത് ഒരു പൈപ്പ് കൂടെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ എൻട്രൻസിൽ വെച്ചുണ്ടാകുന്ന എനർജി ലോസ്. അതിന് നമ്മൾ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 0.5 ഇൻറ്റു വി സ്ക്വയർ ബൈ 2g ആണ്. അതിൽ വി എന്ന് പറയുന്നത് ആ പൈപ്പിൽ കൂടിയുള്ള ഫ്ലോയുടെ വെലോസിറ്റി. ഇനി ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ദ പൈപ്പ്, അതായത് ഒരു പൈപ്പ് നിന്നും ടാങ്കിലേക്ക് വെള്ളം കയറുന്ന സന്ദർഭങ്ങളിലാണ് ഈ ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ എക്സിറ്റ് ഓഫ് ദ പൈപ്പ്, അല്ലെങ്കിൽ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചാടുന്ന നിമിഷങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ എഴുതുന്ന ഇക്വേഷൻ വരുന്നത് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g ആണ്. വി എന്ന് പറയുന്നത് ആ ഫ്ലോ വെലോസിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, എൻട്രൻസ് ഓഫ് ദ പൈപ്പ്, അതായത് ഒരു പൈപ്പിലേക്ക്, ടാങ്കിൽ നിന്നും പൈപ്പിലേക്ക് വെള്ളം കയറാം, അല്ലെങ്കിൽ കിണറിൽ നിന്നും പൈപ്പിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് വരുന്ന ഇക്വേഷൻ 0.5 ഇൻറ്റു വി സ്ക്വയർ ബൈ 2g. ഇനി പൈപ്പിൽ നിന്ന് പുറത്തേക്ക് വെള്ളം പോകുന്ന സമയത്തുള്ള എനർജി ലോസ് കണ്ടുപിടിക്കാൻ എച്ച് ഓസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2g. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. നമുക്ക് പ്രധാനമായിട്ടും മൈനർ ലോസസിൽ ഈ 4 കണ്ടീഷനും ഈ 4 ഇക്വേഷനും മാത്രം പഠിച്ചാൽ മതി. ബെൻഡും അതുപോലെ ഒബ്സ്ട്രക്ഷൻ, എനർജി ലോസസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. മൈനർ ലോസസിൽ ഈ 4 എണ്ണം മാത്രം നമുക്ക് പഠിച്ചാൽ മതി. പ്രധാനമായിട്ടും അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്സ് എന്നൊരു കൺസെപ്റ്റാണ്. ഇവിടെ ഒരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ടാങ്കിൽ ഒരു ജലനിരപ്പുണ്ട്, അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട്. അതിനപ്പുറ സർഫസ് തൊട്ടിട്ട് ടാങ്കിലേക്ക് നമ്മളൊരു പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ പൈപ്പിൻ്റെ സെൻട്രൽ ആക്സിസ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ഹെഡാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ പൈപ്പ് കണക്ട് ചെയ്ത പൈപ്പിലൂടെ, എ ബി എന്ന പൈപ്പിലൂടെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം പോകുമ്പോൾ ഉണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ്, അതായത് ആ പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ്, വെള്ളമാണോ ഓയിലാണോ, ആ ലിക്വിഡിൻ്റെ വെയിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത്തത് ടോട്ടൽ ഹെഡ് അവൈലബിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പൈപ്പ്, അതായത് ബി എന്ന പോയിന്റ് ആണ് എൻഡ് ഓഫ് ദ പൈപ്പ് എങ്കിൽ ആ എൻഡിൽ കിട്ടുന്ന അവൈലബിൾ ഹെഡിനെ അനുസരിച്ചിട്ടുമാണ് ആ പവർ ഓഫ് ദ ട്രാൻസ്മിഷൻ ത്രൂ ദ പൈപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ അവൈലബിൾ അറ്റ് ദ ഹെഡ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ ഹെഡും, അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാപിറ്റൽ എച്ചും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതായത് നമ്മുടെ എച്ച് എഫും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. ഈ ബി എന്ന പോയിന്റിൽ കിട്ടുന്ന നെറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ടോട്ടൽ ഹെഡും അതുപോലെ തന്നെ ഈ പൈപ്പിലൂടെ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഹെഡിൻ്റെയും വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും എച്ച് നെറ്റ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് എച്ച് എഫ് എന്ന് കിട്ടും. എച്ച് എന്ന് പറയുന്നത് ഇതാണ്, ഹെഡാണ്. എച്ച് എഫ് എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ദെൻ ഇക്വേഷൻ വിൽ ബിക്കം എച്ച് മൈനസ് 4FLV സ്ക്വയർ ബൈ ഡി ഇൻറ്റു 2g എന്ന് കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫിഷ്യൻസി എന്ന ഇക്വേഷനിലേക്കാണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് പവർ അവൈലബിൾ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പൈപ്പ് ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പൈപ്പ് ആണ്. അപ്പോൾ പവർ അവൈലബിൾ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പൈപ്പ് എന്ന് പറയുന്നത് മുമ്പ് സൂചിപ്പിച്ച പോലെ 2 ഘടകങ്ങൾ, ഒന്ന് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് പെർ സെക്കൻഡും, 2 ഹെഡ് അവൈലബിൾ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പൈപ്പ്. പവർ സപ്ലൈഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പൈപ്പ് ഈ പറഞ്ഞ പോലെ 2 ഘടകങ്ങൾ, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് പെർ സെക്കൻഡും ഹെഡ് അറ്റ് ദ ഇൻലെറ്റ്, അതായത് ക്യാപിറ്റൽ എച്ച് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ W ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡഡ് ബൈ W ഇൻറ്റു എച്ച്, ക്യാപിറ്റൽ W ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡഡ് ബൈ എച്ച്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് ഒരു കണ്ടീഷനാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനുള്ള വേണ്ടിയുള്ള കണ്ടീഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ട്രാൻസ്മിഷൻ ഓഫ് പവർ, അതായത് മാക്സിമം ട്രാൻസ്മിഷൻ, അതായത് മാക്സിമം പവർ കിട്ടാനുള്ള ഇക്വേഷൻ കണ്ടീഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ കണ്ടീഷനാണ് ഇവിടെ അവസാനം കൊടുത്തിരിക്കുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു 3HF, അതായത് ഇൻലെറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഹെഡിൻ്റെ 3 മടങ്ങായിരിക്കണം, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് ഇൻലെറ്റ് ഹെഡിൻ്റെ 3ൽ 1 ആയിരിക്കണം. അതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം ട്രാൻസ്മിഷൻ ഓഫ് പവർ. നമ്മൾ കണ്ടീഷൻ എന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് അതിലും കൂടുതലൊന്നും പഠിക്കാനില്ല, ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ കണ്ടീഷൻ മാക്സിമം എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പവർ കണ്ടുപിടിക്കാനായിട്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്തു. H-HF/H എന്ന ഇക്വേഷനിലേക്ക് HF=H/3 എന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടി 66.7%. അതായത് ഒരു പൈപ്പിൽ കൂടിയുള്ള വെള്ളത്തിൻ്റെ പവർ ട്രാൻസ്മിഷൻ്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 66.7%. അതിൽ കൂടുതലൊന്നും നമുക്ക് എഫിഷ്യൻസി കിട്ടില്ല. പിന്നെ അതിൽ കുറവ് മാത്രമേ നമുക്ക് എഫിഷ്യൻസി കിട്ടുകയുള്ളൂ. ഈ എഫിഷ്യൻസി നഷ്ടപ്പെടാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ പൈപ്പിൽ കൂടെയുള്ള ഫ്ലോയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ്. ഇനി നമ്മളടുത്ത് വേറൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവുകയാണ്. അതാണ് വാട്ടർ ഹാമറിങ് പൈപ്പ്സ്. നിങ്ങൾ നന്നായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന നല്ല ഡിസ്ചാർജിലും നല്ല പ്രഷറിലും വെലോസിറ്റിയിലും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൈപ്പ് മനസ്സിൽ കാണാം. പെട്ടെന്ന് നിങ്ങൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം കൊണ്ടോ നമ്മൾ പെട്ടെന്ന് ആ പൈപ്പ് പൊത്തിപ്പിടിച്ച് വെള്ളത്തിന് നിർത്താൻ നോക്കുന്നു. വെള്ളം നിൽക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ആ പൈപ്പിൽ ഒരു വൈബ്രേഷൻ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഈ എഫക്റ്റിന് വിളിക്കുന്ന പേരാണ് വാട്ടർ ഹാമറിങ് എഫക്റ്റ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിൽ കൂടെയുള്ള വെള്ളം വരുന്നത് നല്ല വെലോസിറ്റിയിലാണ്. പെട്ടെന്ന് തന്നെ നിർത്തുമ്പോൾ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാരണം ആ പൈപ്പിൽ ഒരു വൈബ്രേഷൻ ആക്ട് ചെയ്യുകയാണ്. ഇത് ചെറിയ പൈപ്പുകൾക്ക് ആകുമ്പോൾ ഒരു വൈബ്രേഷൻ കൊണ്ട് ഒതുങ്ങെങ്കിലും വലിയ പൈപ്പുകൾ, അതായത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളിൽ ഉപയോഗിക്കുന്ന പെൻസ്ട്രോക്ക് പൈപ്പുകൾ ഇതേപോലെ വാട്ടർ ഹാമറിങ് എഫക്റ്റ് സംഭവിക്കാറുണ്ട്. പെട്ടെന്ന് വാൽവ് ക്ലോസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ ഇതേപോലെ പെൻസ്ട്രോക്ക് പൈപ്പുകളിലും വൈബ്രേഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഷോക്കോ ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും പൈപ്പ് പൊട്ടുന്നതിനും വലിയ വലിയ അപകടങ്ങളിലേക്കും കാരണമാവാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പെൻസ്ട്രോക്ക് പൈപ്പുള്ള ഒരു സംവിധാനം വയ്ക്കും. ആ സംവിധാനത്തിൻ്റെ പേരാണ് സർജ് ടാങ്ക്. ഓക്കെ, ഇനി ഈ വാട്ടർ ഹാമറിങ് എഫക്റ്റ് പ്രധാനമായിട്ടും 4 ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ പൈപ്പ്, അതായത് ആ പൈപ്പിൽ കൂടെയുള്ള വാട്ടറിൻ്റെ ഫ്ലോ വെലോസിറ്റി. അത് കൂടുന്നതനുസരിച്ച് വാട്ടർ ഹാമർ എഫക്റ്റ് കൂടും. കാരണം വെലോസിറ്റി കൂടുന്നതനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മൊമെന്റ് ഇനേർഷ്യ ഒക്കെ കൂടും. രണ്ടാമത്തത് ലെങ്ത് ഓഫ് ദ പൈപ്പ്. ലെങ്ത് ഓഫ് ദ പൈപ്പ് കൂടുന്നതനുസരിച്ച് ആ വെള്ളം സഞ്ചരിക്കുന്ന ദൂരം കൂടുതലായതുകൊണ്ട് അത്രയും ദൂരം സഞ്ചരിച്ച എനർജി ആ വെള്ളത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച് വാട്ടർ ഹാമറിങ് എഫക്റ്റ് കൂടും. മൂന്നാമതായി ടൈം ടേക്കൺ ടു ക്ലോസ് ദ വാൽവ്. ഇത് കൂടുന്നതനുസരിച്ച് വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയും. കാരണം നമ്മൾ മെല്ലെയാണ് വാൽവ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, അതായത് സമയം കൂടുതലെടുത്താണ് വാൽവ് ക്ലോസ് ചെയ്യണമെങ്കിൽ വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയും. പെട്ടെന്നാണ് നമ്മൾ, അതായത് ടൈം ടേക്കൺ ടു ക്ലോസ് ദ വാൽവ് ഈസ് ലെസ് ആണെങ്കിൽ വാട്ടർ ഹാമറിങ് എഫക്റ്റ് കൂടും. മോർ ആണെങ്കിൽ വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയും. നാലാമത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പൈപ്പ്. അതായത് പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന് ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അവിടെയും വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയും. ഇനി അതല്ല, റിജിഡ് ആയിട്ടുള്ള ഒരു പൈപ്പ് കൊണ്ടാണ് വാട്ടർ ഹാമറിങ് എഫക്റ്റ് നടക്കുന്നതെങ്കിൽ ഒരു പക്ഷേ പൈപ്പ് പൊട്ടാനുള്ള സാധ്യതയും വാട്ടർ ഹാമറിങ് എഫക്റ്റ് കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും 4 ഘടകങ്ങളാണ് വാട്ടർ ഹാമറിങ് എഫക്റ്റിനെ സ്വാധീനിക്കുന്നത്. ഇനി ഇതിന് 3 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രാജുവൽ ക്ലോസർ ഓഫ് വാൽവ് ആണ്. അതായത് വാൽവ് മെല്ലെ അടയ്ക്കുക. വാൽവ് മെല്ലെ അടയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയും. രണ്ടാമത്തെ സഡൻ ക്ലോസർ ഓഫ് വാൽവ് ആൻഡ് കൺസിഡറിങ് പൈപ്പ് ഈസ് റിജിഡ്. റിജിഡ് ആയിട്ടുള്ള ഒരു പൈപ്പിലാണോ വാട്ടർ ഹാമറിങ് എഫക്റ്റ് അത് ഉണ്ടാവുക സാധ്യത കൂടുതലാണ്. കാരണം റിജിഡ് ആയിട്ടുള്ള ഒരു പൈപ്പിൽ നമ്മൾ സഡൻ ക്ലോസർ നടത്തുമ്പോൾ അവിടുത്തെ വാട്ടർ ഹാമർ എഫക്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. മൂന്നാമത്തെ സഡൻ ക്ലോസർ ഓഫ് വാൽവ് ആൻഡ് കൺസിഡറിങ് പൈപ്പ് ഈസ് ഇലാസ്റ്റിക്. ഈ കേസിൽ വാട്ടർ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാകുമെങ്കിലും ഉണ്ടാകുന്നുള്ള എഫക്റ്റ് കുറയും. കാരണം പൈപ്പ് ഇവിടെ ഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെ കണ്ടീഷനിൽ വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയും. രണ്ടാമത്തെ കണ്ടീഷനിൽ വാട്ടർ ഹാമറിങ് എഫക്റ്റ് കൂടും. പൈപ്പ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഷോക്ക് എനർജി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് വാട്ടർ ഹാമറിങ് ഇൻ പൈപ്പ്സ് എന്ന് പറയുന്ന ഭാഗം. ഇതോടുകൂടി ഈ മൊഡ്യൂളിലെ തിയറി ഭാഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലോ ത്രൂ ദ പൈപ്പ്സ് എന്ന സെക്ഷനിലെ ചില പ്രോബ്ലംസ് ആണ്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന ഭാഗത്ത് ഒരു പ്രോബ്ലമാണ്. വാട്ടർ ഫ്ലോസ് ത്രൂ എ പൈപ്പ് ഓഫ് ഡയാമീറ്റർ 350 mm in diameter and 75 meter long at a rate of 270 liters per second. Find the head loss due to friction using
Darcy formula when Fc equal to 0.0026. Jersey formula when C is equal to 55. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമുക്ക് പൈപ്പിൻ്റെ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് ഡയറക്റ്റ് ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും ചേഴ്സീസ് കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അത് 2 ഫോർമുല വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡാർസി ഫോർമുല വെച്ചിട്ടാണ്. ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഇക്വേഷൻ വരുന്നുണ്ട്. ഒന്നാമത്തെ HF ഈക്വൽ ടു 4FLV² / 2GD, രണ്ടാമത്തെ HF ഈക്വൽ ടു FLQ² / 3D⁵5. അപ്പോൾ ഈ 2 ഇക്വേഷനിൽ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം ഡിസ്ചാർജ് ഡയറക്റ്റ് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് FLQ² / 3D⁵5 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാതായിരിക്കും കുറച്ചും കൂടി അഭികാമ്യം. അപ്പോൾ എഫിൻ്റെ വാല്യൂ അതേപോലെ ഇട്ടു. ലെങ്ത്ത് 75 മീറ്റർ എന്നുണ്ട്, അത് ഉപയോഗിച്ചു. ക്യൂ എന്നത് ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നുള്ളത് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡുള്ള വാല്യൂയിലേക്ക് ആക്കി. അതുപോലെ തന്നെ 3 അതേപോലെ ഇട്ട്. ഡയാമീറ്റർ നമുക്ക് 350 mm ആണ് തന്നിരിക്കുന്നത്. നമ്മളത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 0.902 മീറ്റർ ഓഫ് വാട്ടർ. അടുത്തത് നമ്മൾ ചേഴ്സീസ് ഫോർമുല ഉപയോഗിക്കാനാണ് പോകുന്നത്. നമുക്കറിയാം ചേഴ്സീസ് ഫോർമുല V is equal to C into √mi എന്നാണ്. ഇതിൽ സിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടിരിക്കുന്നുണ്ട്, അത് പിന്നെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എം നമുക്ക് കണ്ടുപിടിക്കണം. എം നമ്മൾ പഠിച്ചിട്ടുണ്ട് M is equal to ഡയാമീറ്റർ ബൈ 4 എന്നാണ്. അപ്പോൾ ഡയാമീറ്റർ 0.35 ആയതുകൊണ്ട് 0.35 ഡിവൈഡഡ് ബൈ 4 നമുക്ക് കിട്ടി 0.0875 മീറ്റർ. അടുത്ത് ഐയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് പൈപ്പ് എന്നാണ് നമ്മൾ ഐയുടെ വാല്യൂ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഐയുടെ ഇക്വേഷൻ HF/L ആയതുകൊണ്ട് HF/75 എന്ന് നമ്മൾ എഴുതി. ഇതിൽ ഈ HF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ Q is equal to A into V ആണ്. അപ്പോൾ നമുക്കിതിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഡിസ്ചാർജ് നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പൈപ്പിൻ്റെ ഡയാമീറ്ററിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ Q/A അതായത് 0.27 ഡിവൈഡ് ബൈ π/4 ഇൻറ്റു 0.35 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി 2.806 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് ഡയറക്റ്റ് കിട്ടും. വാല്യൂസ് ഒക്കെ അതേപോലെ തന്നെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √HF/75 എന്നുള്ള ഭാഗം അവസാനം കിട്ടും. അപ്പോൾ HF ഈക്വൽ ടു നമുക്കറിയാം, ഇക്വേഷൻ സോൾവ് ചെയ്ത് 2.806/55 ഹോൾ സ്ക്വയർ ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 0.0875. അപ്പോൾ ഡാർസി വീസ്ബാച്ച് ഇക്വേഷനിൽ നമുക്ക് ഹെഡ് ലോസ് കിട്ടിയത് 0.902 മീറ്റർ ഓഫ് വാട്ടർ ആണെങ്കിൽ ചേഴ്സീസ് ഫോർമുലയിൽ നമുക്ക് കിട്ടിയത് 2.231 മീറ്റർ ഓഫ് വാട്ടർ ആണ്. 10 മാർക്കാണ് ഇങ്ങനൊരു പ്രോബ്ലത്തിന് നമുക്ക് പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ 2 ഇക്വേഷൻ പഠിച്ചിരിക്കണം. 2 ഇക്വേഷനും വെച്ച് പ്രോബ്ലം ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ്റെ ഡിഫറെൻറ്റ് വേരിയബിൾസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഇക്വേഷനാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും നമുക്ക് പരീക്ഷകൾക്ക് ആവശ്യം വരും. ഒരു പക്ഷേ ഡാർസി വീസ്ബാച്ചിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് HF ഈക്വൽ ടു 4FLV² / 2GD എന്നുള്ളത് നമുക്ക് ഡയാമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളതെങ്കിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 4FLV² / 2GHF എന്നാണ്. ഇനി ഡയാമീറ്റർ അതായത് ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച HF ഈക്വൽ ടു FLQ² / 3D⁵5 ആണെങ്കിൽ അവരുടെ ഡയാമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 5th റൂട്ട് ഓഫ് FLQ² / 3 ഇൻറ്റു HF എന്നാണ്. അപ്പോൾ ഡയാമീറ്റർ ആദ്യത്തെ ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ ആണെങ്കിൽ ഇതും, രണ്ടാമത്തെ ഡാർസി വീസ്ബാച്ച് ഇക്വേഷൻ വെച്ചിട്ടുള്ളതാണ് ഡയാമീറ്റർ കണ്ടുപിടിക്കുന്നത്, ഇതുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഡിസ്ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ടാമത്തേൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ √HF ഇൻറ്റു 3D⁵5 ഡിവൈഡഡ് ബൈ FL ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ പഠിച്ചു വയ്ക്കുക. ഇതേപോലെ എല്ലും ബിയും വെച്ചിട്ട് ഇക്വേഷൻസിൻ്റെ വേരിയേഷൻസ് വരുന്നുണ്ട്. അതിനൊക്കെ പറ്റി നമ്മൾ പ്രോബ്ലമാറ്റിക് നോട്ടിൽ വിശദീകരിക്കുന്നുണ്ടാവും. അടുത്തത് നമ്മൾ ഒരു സഡൻ കോൺട്രാക്ഷൻ, സഡൻ എൻലാർജ്മെൻറ്റ്, മൈനർ ലോസിൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് അതിൻ്റെ 100 മീറ്റർ ഡയാമീറ്റർ സഡൻലി എൻലാർജസ് ടു 125 മില്ലിമീറ്റർ.
അതിൽ കൂടുതൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 23 ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ലോസ് ഓഫ് ഹെഡ് അറ്റ് ദ സഡൻ എൻലാർജ്മെന്റ് ഇഫ് വാട്ടർ ഫ്ലോസ് സെയിം റേറ്റ് ആസ് എബവ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വാട്ട് ഈസ് ദ ലോസ് ഓഫ് ഹെഡ് അറ്റ് സഡൻ കോൺട്രാക്ഷൻ. അതായത് 100ഉം 125 മില്ലിമീറ്ററുള്ള രണ്ട് പൈപ്പുകളെ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 100 മീറ്റർ പൈപ്പിൽ നിന്ന് 125 മില്ലിമീറ്റർ പൈപ്പിലേക്ക് വെള്ളം കടക്കുമ്പോൾ അവിടെ വരുന്നത് സഡൻ എൻലാർജ്മെന്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ 125 ഈ ഫ്ലോയെ നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോൾ 125 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള പൈപ്പിൽ നിന്നും 100 മില്ലിമീറ്റർ പൈപ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ സഡൻ കോൺട്രാക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനിലും ഹെഡ് ലോസ് എത്ര വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സഡൻ എൻലാർജ്മെന്റിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. HE=V1 - V2 ഹോൾ സ്ക്വയർ ബൈ 2G. അപ്പോൾ V1 നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണം. V1 കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഹരിക്കണം സെക്ഷൻ 1ലെ ഏരിയ ആണ്, ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അപ്പോൾ സെക്ഷൻ 1ലെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. D1 ആണ് അത് ഉദ്ദേശിക്കുന്നത്. അത് ഓൾറെഡി 100 മീറ്റർ ആണെന്നുള്ള ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ A1 കണ്ടുപിടിച്ചു. ഇതേപോലെ D2 ഉപയോഗിച്ച് A2 കണ്ടുപിടിച്ചു. Q 23 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി ചോദ്യം തന്നിട്ടുണ്ട്. അതിന് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.023 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡായി മാറും. അപ്പോൾ A1 A2 കണ്ടുപിടിച്ച് ഇതിൻ്റെ സഹായത്തിൽ നമുക്ക് V1ഉം V2ഉം എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെന്റ് നമുക്കറിയാം. HE=V1 - V2 ഹോൾ സ്ക്വയർ ബൈ 2Gയിൽ V1ഉം V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2Gയുടെ വാല്യൂ കൊടുക്കുക, നമുക്ക് കിട്ടും 0.0566 മീറ്റർ ഓഫ് വാട്ടർ. ഇനി സഡൻ കോൺട്രാക്ഷൻ, അതായത് 125 പൈപ്പിൽ നിന്നും 100 മില്ലിമീറ്റർ പൈപ്പിലേക്ക് കടക്കുമ്പോൾ അവിടെ സഡൻ കോൺട്രാക്ഷൻ ആണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ സഡൻ കോൺട്രാക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. HC=0.375 V1 സ്ക്വയർ ബൈ 2G. ഇപ്പോൾ ഇവിടെ V1 സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ V2 ആയിരിക്കും ഉപയോഗിക്കുക. കാരണം ഫ്ലോ ഇവിടെ റിവേഴ്സ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സിൻസ് ഫ്ലോ ഈസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബട്ട് പുട്ട് V1 ഇൻ ദ പ്ലേസ് ഓഫ് V2. ശ്രദ്ധിക്കുക, പുട്ട് V1 ഇൻ ദ പ്ലേസ് ഓഫ് V2. അതായത് V1ഉം V2 ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ V1ന് പകരം നമ്മൾ V2ൻ്റെ വാല്യൂ ആയിരിക്കും ഇട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 0.375 × 2.928 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 × 9.81. അതിൽ ഉത്തരം നമുക്ക് കിട്ടുന്നത് 0.1639 മീറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ ഇതാണ് സഡൻ കോൺട്രാക്ഷനും സഡൻ എൻലാർജ്മെന്റും ഹെഡ് ലോസുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾ. അടുത്തത് മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻട്രൻസും എക്സിറ്റും വെച്ചിട്ടുള്ള പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ടൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എ പൈപ്പ് ഓഫ് 20 mm ഡയാമീറ്റർ ഇസ് കൺവേയിങ് വാട്ടർ വിത്ത് വെലോസിറ്റി ഓഫ് 3 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രൻസ് ഓഫ് ദ പൈപ്പ് ആൻഡ് എക്സിറ്റ് ഓഫ് ദ പൈപ്പ്. നമുക്ക് ഈ ചോദ്യത്തിൽ ഡയറക്റ്റ് ഡയാമീറ്ററും വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം എൻട്രൻസ് ഓഫ് ദ പൈപ്പ്, ഹെഡ് ലോസ് ഡ്യൂ ടു എൻട്രൻസ് ഓഫ് ദ പൈപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് HI=0.5 V സ്ക്വയർ ബൈ 2G ആണ്. V ഡയറക്റ്റ് തന്നിരിക്കുന്നത് കൊണ്ട് 3 എന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 2 × 9.81. അപ്പോൾ ഉത്തരം കിട്ടും 0.229 മീറ്റർ. അതുപോലെ തന്നെ എക്സിറ്റ് ഓഫ് ദ പൈപ്പ്, അതായത് HD അല്ലെങ്കിൽ HE എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. V സ്ക്വയർ ബൈ 2G. ഡയറക്റ്റ് V എത്രയാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. ഒരു പക്ഷേ പ്രോബ്ലത്തിൽ നമുക്ക് വെലോസിറ്റി തരില്ല, പൈപ്പിൻ്റെ ഡയാമീറ്ററും അതുപോലെ തന്നെ ഡിസ്ചാർജും തന്നു കഴിഞ്ഞാൽ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ആദ്യം തന്നിട്ടുള്ള ഡയാമീറ്ററിനെ ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം തന്നിട്ടുള്ള ഡിസ്ചാർജിനെ അതാത് ഏരിയകൾ കൊണ്ട് ഹരിച്ചതിന് ശേഷം V1ഉം V2ഉം കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മൈനർ ലോസുകളുടെ പ്രോബ്ലം ചെയ്യേണ്ട രീതി. ഇതിൻ്റെ ബാക്കിയുള്ള ഇക്വേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷൻ എന്ന ഭാഗത്ത് വരുന്ന ഒരു പ്രോബ്ലം, അതെങ്ങനെ ചെയ്യാനാണ്. ഇതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ എ പൈപ്പ് 1 kilometer long ആൻഡ് 150 mm diameter discharging 0.1 meter cube per second of water. The pressure at the supply end is 6 Newton per millimeter square and coefficient of friction F is equal to 0.0075. Find also efficiency of transmission. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ഗിവൺ ഡാറ്റകൾ ആദ്യം നമുക്ക് എഴുതി വെക്കണം. ലെങ്ത് ഓഫ് പൈപ്പ് തന്നിട്ടുണ്ട്,
1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ. ഡയാമീറ്റർ 150 മില്ലിമീറ്റർ ആണ്, അതായത് 0.15 മീറ്റർ. ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 0.1 മീറ്റർ പെർ സെക്കൻഡ്. പ്രഷർ അറ്റ് സപ്ലൈ എൻഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഷർ അറ്റ് സപ്ലൈ എൻഡ് എന്ന് പറയുന്നത് 6 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്, അതായത് 6 മെഗാ പാസ്കൽ ആണ്. 6 മെഗാ പാസ്കൽ എന്ന് പറയുന്നത് 6 × 10⁻³ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഷറിനെ തന്നിട്ടുള്ള പ്രഷറിനെ നമ്മൾ പ്രഷർ ഹെഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് എച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പ്രഷർ ഹെഡ് H = P/ρg. ഈ P/ρg എന്നുള്ളത് സെയിം തന്നെയാണ് P/w എന്ന് പറയുന്നത്. കാരണം റോ ഇൻറ്റു ജി, ഡെൻസിറ്റി ഇൻറ്റു ഗ്രാവിറ്റി തന്നെയാണ് സ്പെസിഫിക് വെയിറ്റ്. അപ്പോൾ H = P/ρg എന്ന് എഴുതുന്നതും H = P/w എഴുതുന്നതും രണ്ടും തുല്യം തന്നെയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഹെഡ് അറ്റ് ദ സ്റ്റേഷൻ, സപ്ലൈ ഹെഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റി. അടുത്തത് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് HF = FLQ²/3d⁵, അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പവർ ട്രാൻസ്മിറ്റഡ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പവർ ട്രാൻസ്മിറ്റഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ തിയറി ഭാഗത്ത് പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ്. പവർ ട്രാൻസ്മിറ്റഡ് ഇൻ എ പൈപ്പ് ഫ്ലോ ഇക്വേഷൻ ആണ് W × Q × H - HF. W എന്ന് പറയുന്നത് അതിൻ്റെ സ്പെസിഫിക് വെയിറ്റ്, Q എന്ന് പറയുന്നത് ഡിസ്ചാർജ്, H എന്ന് പറയുന്നത് സപ്ലൈ ഹെഡ്, HF എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതുപോലെ തന്നെ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ തിയറി ഭാഗത്ത് പഠിച്ചിരുന്നു, ദാറ്റ് ഈസ് H - HF/H. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ആണ് നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ H എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഈ സെക്ഷൻ ചെയ്തത്. HF എന്ന് പറഞ്ഞ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതിനു വേണ്ടിയാണ് ഈ സെക്ഷൻ ചെയ്തത്. അപ്പോൾ പവർ ട്രാൻസ്മിറ്ററിൽ P = WQ × H - HF അതായത് വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 277.03 കിലോ വാട്ട് എന്ന് ഉത്തരം കിട്ടും. അതുപോലെ തന്നെ എഫിഷ്യൻസി H - HF/H. Hന്റെ വാല്യൂ നമുക്ക് കിട്ടി 611.62. HFന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ യൂസിങ് ബൈ ഡാർസി-വീസ്ബാച്ച് ഇക്വേഷൻ 329.22. അപ്പോൾ H - HF/H എന്ന് പറഞ്ഞാൽ വീണ്ടും 611.62 കൊണ്ട് ഓൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 0.4617. 0.4617 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ആണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുന്നത്, അതായത് 46.17%. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷനിൽ ആ സിസ്റ്റത്തിൽ കൂടിയുള്ള എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 46.17 ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തെത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോകൾ ആവർത്തിച്ച് കാണാം. ഇക്വേഷൻസ് പ്രത്യേകം ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുത്ത് കൃത്യമായിട്ട് ഓരോ തവണ വായിച്ചിട്ടും എഴുതിയിട്ടും പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. താങ്ക് യു.